കേരള സർവകലാശാലയിൽ ദേശീയതാ വിരുദ്ധ സെമിനാർ തടഞ്ഞ വൈസ് ചാൻസലർ. I took a very strong stand and asked the registrar to stop the event and get an explanation from the head of the department why this anti-national activity is permitted by her. തമിഴ് വകുപ്പ് പരിപാടി ആലോചിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരാക്രമണം തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിട്ട് മോദി പദ്ധതിയിട്ടതെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചെന്ന് ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. സിൻഡിക്കേറ്റ് യോഗത്തിൽ വിസിക്ക് നേരെ പ്രതിഷേധം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ കേന്ദ്രമന്ത്രിസഭാ യോഗം ഇന്ന്. വെടിനിർത്തലിന് ശേഷമുള്ള സാഹചര്യം ചർച്ച ചെയ്യും. പാക് നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യ പുറത്താക്കിയതിന് പിന്നാലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥനെ പുറത്താക്കി പാകിസ്ഥാനും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ സുരക്ഷ കൂട്ടി. വിമാന സർവീസുകൾ ഇന്നു മുതൽ സാധാരണ നിലയിൽ. BR ഗവായ് രാജ്യത്തിന്റെ പുതിയ ചീഫ് ജസ്റ്റിസ്. സത്യപ്രതിജ്ഞ രാവിലെ 11-ന് രാഷ്ട്രപതി ഭവനിൽ. രാജ്യത്തിന്റെ പരമോന്നത ന്യായാധിപനാവുന്നത് നിരവധി സുപ്രധാന കേസുകളിൽ തീർപ്പ് കൽപ്പിച്ച ജഡ്ജി. കേണൽ സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ച് മധ്യപ്രദേശിലെ BJP മന്ത്രി കുൻവാർ വിജയ് ഷാ. ഭീകരരുടെ സഹോദരി എന്ന പരോക്ഷ പരാമർശം. കുൻവറിനെതിരെ വ്യാപക പ്രതിഷേധം. PSC അംഗങ്ങൾക്ക് വീണ്ടും സർക്കാരിന്റെ കരുതൽ. ശമ്പളം കുത്തനെ കൂട്ടിയതിന് പിന്നാലെ പെൻഷനും വർദ്ധിപ്പിക്കാൻ തീരുമാനം. ആനുകൂല്യം സർക്കാർ ജീവനക്കാരായിരുന്ന PSC അംഗങ്ങൾക്കും ചെയർമാൻമാർക്കും. പെൻഷൻ കണക്കാക്കുക സർവീസ് കാലം കൂടി കണക്കിലെടുത്ത്. തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച അഭിഭാഷകൻ ബെയ്ലിൻ ദാസ് ഒളിവിൽ. ഇന്നലെ വൈകിട്ട് അഡ്വക്കേറ്റ് ശ്യാമിലിയെ കരണത്തടിച്ചത് തർക്കത്തിനൊടുവിൽ. ബെയ്ലിൻ ദാസിനെ സസ്പെൻഡ് ചെയ്ത ബാർ അസോസിയേഷൻ.